ലോക ഗജദിനത്തിൽ കോട്ടൂരിൽ ആനയൂട്ട്. ലോക ഗജദിനത്തോടനുബന്ധിച്ച് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിന് കീഴിലുള്ള കോട്ടൂർ എലിഫന്റ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ആനയൂട്ട് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ ABP റേഞ്ച് ഉൾപ്പെടുന്ന വാർഡിലെ മെമ്പർ ജമീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. ABP റേഞ്ച് ഡെപ്യൂട്ടി വാർഡർ സൂരജ് ഭാസ്കർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷിജു SV നായർ, AFVO ഡോക്ടർ അരുൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, മറ്റ് വനം വകുപ്പ് ജീവനക്കാർ, ആനപ്പാപ്പാന്മാർ, EDC അംഗങ്ങൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ആനകളുടെ സംരക്ഷണത്തിന്റെയും പരിപാലനത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ലോക ഗജദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടൂരിൽ ആനയൂട്ട് സംഘടിപ്പിച്ചത്. എന്റെ പേര് ഷിജു. ഞാൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായി ഈ ക്യാമ്പിൽ ജോലി നോക്കി വരുന്നു. ഇത് വൈൽഡ് ലൈഫ് ഡിവിഷന്റെ കീഴിൽ ABP റേഞ്ച് കോട്ടൂർ എന്ന റേഞ്ചിലാണ് ഈ ആന പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് ലോക ഗജദിനമാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 12 നമ്മൾ ലോക ഗജദിനമായി ആചരിക്കുന്നു. അതായത് നമ്മുടെ ഗജദിനം ആചരിക്കുന്നതിന്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ആനകളെ സംരക്ഷിക്കുക, ആനകളുടെ പ്രാധാന്യം നമ്മുടെ ജനങ്ങളിൽ അവബോധം വളർത്തുക. നമുക്കറിയാം, ആന എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിനും നമ്മുടെ മനുഷ്യന്റെ നിലനിൽപ്പിനും വനത്തിൽ വളരെ അത്യന്താപേക്ഷിതമായതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ഒരു ജീവിയാണ്. ആയതുകൊണ്ട് തന്നെ അതിന്റെ സംരക്ഷണത്തിന് അതിലെ പ്രാധാന്യമുണ്ട്. ഈ ക്യാമ്പ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാമ്പായി ഉയർത്തിക്കൊണ്ടുവരുന്ന ക്യാമ്പാണ്. ഇതിൽ 50ഓളം ആനകളെ നമുക്ക് നിർത്താൻ സാധിക്കും. 6 വയസ്സ് മുതൽ 86 വയസ്സ് വരെയുള്ള ആനകളെ നമ്മളിവിടെ പരിപാലിച്ചു വരുന്നു. ഏറ്റവും പ്രായം കൂടിയ ആനയാണ് നിൽക്കുന്ന പേര് സോമൻ എന്നാണ്. ഇതിന് 86 വയസ്സായി. ഏറ്റവും പ്രായം കുറഞ്ഞത് ആരണ്യ 6 വയസ്സാണ്. എല്ലാവർക്കും നമസ്കാരം. സൂരജ് എന്നാണ് പേര്. ABP ഡെപ്യൂട്ടി വാർഡനാണ്. നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന പോലെ ഇപ്രാവശ്യവും ഓഗസ്റ്റ് 12 ലോക ഗജദിനമായി ആചരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മൾ ഇന്നിപ്പോൾ സംഘടിപ്പിച്ചത്. വളരെ വിപുലമായി സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന ചടങ്ങായിരുന്നു ഇത്. ഇപ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് നമ്മുടെ ഒരു പാപ്പാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മരണവും അതുപോലെ തന്നെ ഒരു ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഇല്ലെങ്കിൽ കൂടി എല്ലാ വർഷത്തെയും പോലെ വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്രാവശ്യവും നമ്മൾ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ലോക ഗജദിനവുമായി ബന്ധപ്പെട്ട് ആനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും ഫീഡിംഗ് പ്രോഗ്രാമാണ് ഇവിടെ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. 15ഓളം ആനകളടങ്ങിയ 6 മുതൽ 85 വയസ്സ് വരെയുള്ള പ്രായമുള്ള പലതരത്തിലുള്ള ആനകളടങ്ങിയ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആന പുനരധിവാസ കേന്ദ്രങ്ങളിലൊന്നായ ഇവിടെ വലിയ രീതിയിലുള്ള ആനയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നിലനിർത്തുന്നതിൽ ആന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രകൃതിയുടെ തന്നെ ഒരു എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന രീതിയിൽ വളരെ വലിയ രീതിയിൽ സേവനം നടത്തുന്ന ഒരു സസ്തനിയാണ് ആന. പുതിയ വിത്തുകൾ പാകം വരുന്നതിനും പുതിയ ബയോഡൈവേഴ്സിറ്റി നിലനിർത്തുന്നതിനും എല്ലാം ആനയുടെ കൺസർവേഷൻ വളരെ പ്രധാനമാണ്. വംശനാശ ഭീഷണി കൂടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആനയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബോധവൽക്കരണം കൂടി ഇന്നത്തെ ഒരു ദിനത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇവിടെ ABP റേഞ്ച് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്.